നമ്മൾ പലതരത്തിലുള്ള വ്യാജന്മാരെ കണ്ടിട്ടുണ്ട്. വ്യാജ ഡോക്ടർ മുതൽ വ്യാജ പോലീസ് വരെ നമ്മുടെ നാട്ടിൽ പലപ്പോഴായി പിടികൂടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വ്യാജ എംബസി അങ്ങനെ ഒന്ന് നമ്മൾ കേട്ടാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. കാരണം രാജ്യതലസ്ഥാനങ്ങളിലായിരിക്കാം സാധാരണഗതിയിൽ എംബസികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഡൽഹിയിൽ ചാണക്യപുരി എന്ന സ്ഥലത്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട എംബസികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ തലസ്ഥാനത്ത് തന്നെ ആയിരിക്കാം ഈ എംബസികൾ പ്രവർത്തിക്കുക. ആ രാജ്യത്തെന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളുള്ളപ്പോൾ മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് എംബസി മാറ്റി സ്ഥാപിക്കുന്നതൊക്കെ തന്നെ. ഏതായാലും ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു എംബസി കണ്ടെത്തിയിരിക്കുന്നു. തട്ടിപ്പ് കേന്ദ്രം തന്നെയാണ്. ഇതോടനുബന്ധിച്ച് ഒരാളിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസിന് പുറത്ത് വൻ ആഡംബര കാറുകളാണ് പാർക്ക് ചെയ്തിരുന്നത്. ഇതിലെല്ലാം തന്നെ ഈ എംബസികൾക്കുള്ള പ്രത്യേക നമ്പർ പ്ലേറ്റ്, അതായത് നീല നിറത്തിലുള്ള പ്രത്യേക നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഓഫീസിൽ കടന്നു ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ എംബസിയുടെ മുഖ്യ നടത്തിപ്പുകാരൻ, അതായത് ഒരുപക്ഷെ അംബാസഡർ എന്ന് തന്നെ പറയാവുന്ന വ്യക്തി, ഇന്ത്യയിലെ നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരൊക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, ഒരുപാട് കമ്പ്യൂട്ടറുകൾ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ശരിക്കൊരു എംബസിയാണ് എന്ന് തന്നെ തോന്നും. ഡൽഹിയിൽ സ്ഥാപിക്കേണ്ട എംബസി എന്തുകൊണ്ടാണ് ഗാസിയാബാദിൽ സ്ഥാപിച്ചത് എന്ന സംശയത്തിന്മേലായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയത്. ഹർഷവർദ്ധൻ ജെയിൻ എന്നൊരു വ്യക്തിയെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് അതിൻ്റെ മുഖ്യ സംഘാടകൻ. ഇവിടെ വലിയ തോതിൽ ഈ ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങി തട്ടിപ്പുണ്ട്. അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കലും ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഇവരുടെ രാജ്യത്തിൻ്റെ പേര് നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. വെസ്റ്റ് ആഫ്രിക്ക എന്ന രാജ്യത്തിൻ്റെ എംബസിയായിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. വെസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്നത് മൈക്രോനേഷൻ എന്നറിയപ്പെടുന്ന, അതായത് ലോകത്ത് ആരും അംഗീകരിക്കാത്ത ചില ആളുകൾ ചില മേഖലയുടെ സ്വയം ഭരണാധികാരികളായി പ്രഖ്യാപിക്കും. ഞങ്ങളാണ് ഇവിടുത്തെ പ്രസിഡൻ്റെന്നും സ്വന്തമായിട്ട് കറൻസി വേണമെങ്കിൽ അവർ നിർമ്മിക്കും. അങ്ങനെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള രാജ്യമാണ് ഈ വെസ്റ്റ് ആഫ്രിക്ക. വെസ്റ്റ് ആഫ്രിക്കയുടെ എംബസിയാണ് ഇത് എന്ന് പറഞ്ഞ് ഈ പോലീസ് ഇയാളെ പിടികൂടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരസ്യം ഇയാൾ പത്രങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അമേരിക്കൻ നാവികസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഇയാൾ 2001 ഈ രാജ്യം സ്ഥാപിച്ചത്. ഏതായാലും നമ്മുടെ ഈ ഉത്തർപ്രദേശുകാരൻ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എവിടെ നിന്നോ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു എംബസി അങ്ങ് ആരംഭിച്ചത്. ആദ്യം ആർക്കും സംശയം തോന്നിയിരുന്നില്ല. കാരണം ഈ ഡിപ്ലോമാറ്റുകളുടെ പ്രത്യേകതരം നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങളും മറ്റ് ആഡംബരങ്ങളും ഒക്കെ കാണുമ്പോൾ എല്ലാവരും സ്വാഭാവികമായും വിശ്വസിച്ചിരുന്നത് ഇത് ഈ വെസ്റ്റ് ആഫ്രിക്കയുടെ എംബസി തന്നെയാണ് എന്നാണ്. ഇങ്ങനെ രാജ്യത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും ഇത് വിശ്വസിക്കുക തന്നെ ചെയ്തു. പിന്നീടാണ് പോലീസ് സംശയം തോന്നി നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് വലിയ തോതിലുള്ള പണവും മറ്റ് വസ്തുക്കളൊക്കെ തന്നെ കണ്ടെടുത്തത്. 40 ലക്ഷത്തോളം രൂപ തന്നെ ഉണ്ടായിരുന്നു അവിടെ പണമായി അടുക്കി വച്ചിരുന്നു. വിദേശ കറൻസി പിടികൂടിയിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളുടെ അപേക്ഷകൾ, രേഖകൾ തുടങ്ങിയ നിരവധി സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും പലതരത്തിലുള്ള ഈ വ്യാജന്മാർ രംഗത്തിറങ്ങുമ്പോൾ ഒരു വ്യാജ എംബസി തന്നെ സൃഷ്ടിക്കാൻ തയ്യാറായി ഇറങ്ങിയ ഈ ഒരു മനുഷ്യനെ നമ്മൾ അമ്പരപ്പോടെ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഈ ഹർഷവർദ്ധൻ ജെയിൻ ആൾ ചില്ലറക്കാരനല്ല. ഏതായാലും ഇയാൾ ഒരുപക്ഷെ വലിയൊരു റാക്കറ്റിൻ്റെ ഭാഗമായിരിക്കാം എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി തട്ടിപ്പുകൾ നടത്തുന്ന, ഇത്തരത്തിൽ സ്വന്തമായി എംബസി പോലും സ്ഥാപിച്ച ആളുകളെ അവിടെ ജോലിക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പൈസ തട്ടിക്കുന്ന, കള്ളപ്പണം വെളുപ്പിക്കുന്നതൊക്കെ തന്നെ വലിയൊരു മാഫിയ സംഘത്തിൻ്റെ ഒരു കണ്ണിയായിരിക്കാം ഈ ജെയിൻ എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾക്കെതിരെ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്.